നമസ്കാരം. കേരളത്തിലെ IT രംഗത്ത് സ്വപ്നതുല്യമായ വികസനം എന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങിയ കൊച്ചി സ്മാർട്ട് സിറ്റി ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. കരാർ പ്രകാരമുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് പരാജയപ്പെട്ട സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം കമ്പനിയെ ഒഴിവാക്കി അവർക്ക് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുവാനുള്ള മന്ത്രിസഭയുടെ തീരുമാനം വിവാദത്തിലായിട്ടുണ്ട്. സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം തേടുന്നതിനു പകരം അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ തീരുമാനം കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്തെല്ലാം കാരണത്താലാണ് ടീകോം കമ്പനിയെ ഒഴിവാക്കുന്നത് എന്ന കാര്യത്തിലും ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. നഷ്ടപരിഹാരം നൽകി ടീകോമിനെ ഒഴിവാക്കി പുതിയ സംരംഭകരെ കണ്ടെത്തി പദ്ധതി പൂർത്തിയാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട പദ്ധതി ഇഴയുകയും പിന്നീട് 2011 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പുതിയ വ്യവസ്ഥകളോടെയാണ് കരാർ ഒപ്പുവെച്ചത്. 90,000 തൊഴിലവസരങ്ങൾ, 4,000 കോടിയുടെ നിക്ഷേപം എന്നിവയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ലോകം തൊഴിൽ തേടി കേരളത്തിലെത്തും എന്നതായിരുന്നു പദ്ധതിയുടെ മുദ്രാവാക്യം. 10 വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യമിട്ടതിൻ്റെ 10% പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നടത്തിപ്പുകാരായ ടീകോമിനെ ഒഴിവാക്കുവാൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടീകോം സന്നദ്ധത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കരാറിലെ വ്യവസ്ഥ പ്രകാരം കമ്പനി പിന്മാറുന്ന പക്ഷം അവരാണ് സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടത്. സ്മാർട്ട് സിറ്റി കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ 16% സർക്കാരിനും 84% ടീകോമിനുമാണ് പങ്കാളിത്തമുള്ളത്. ബോർഡ് ഓഫ് ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. 246 ഏക്കർ ഭൂമിയാണ് 99 വർഷത്തേക്ക് ഈ പദ്ധതിക്കായി സർക്കാർ പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. ടീകോമിന് നഷ്ടപരിഹാരം നൽകി ഈ 246 ഏക്കർ തിരിച്ചെടുക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇനി ഈ പദ്ധതിയുടെ നാൾ വഴികൾ നോക്കിയാൽ 2004 ജൂലൈയിലാണ് കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി തുടങ്ങുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് ദുബായ് ഇന്റർനെറ്റ് സിറ്റി രംഗത്ത് വരുന്നത്. 2005 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് അംഗീകാരം നൽകി. ആ സമയത്ത് കരാർ വ്യവസ്ഥകൾ സംസ്ഥാന താൽപ്പര്യത്തിന് എതിരാണ് എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. അത് തള്ളിക്കൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയും IT മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടിയും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ദുബായ് ഹോൾഡിംഗ്സിന്റെ ഉപകമ്പനിയായ ടീകോം ഇൻവെസ്റ്റ്മെന്റുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 3 മാസത്തിനു ശേഷം അന്തിമ കരാർ ഒപ്പിടും എന്നും പറഞ്ഞു. പിന്നീട് അധികാരത്തിലെത്തിയ VS അച്യുതാനന്ദൻ സർക്കാർ ഈ കരാറിലെ വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കി പുതുക്കിയ പാട്ടക്കരാർ ഒപ്പുവെച്ചു. 1 ഏക്കറിന് ₹1 നിരക്കിൽ 99 വർഷത്തേക്കാണ് പാട്ടക്കരാർ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം 10 വർഷത്തിനുള്ളിൽ 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് നിർമ്മാണങ്ങൾ നടത്തണം. അതിൽ 62 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT-യുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായിരിക്കണം. ഇല്ലെങ്കിൽ സർക്കാർ പദ്ധതി ഏറ്റെടുക്കും. പിന്നീട് 2016 ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ഈ പദ്ധതിക്കായുള്ള സ്ഥലമെന്നത് ഇടച്ചിറയിൽ സർക്കാർ ഏറ്റെടുത്ത 136 ഏക്കർ സ്വകാര്യ ഭൂമി, വൈദ്യുതി ബോർഡിന്റെ 100 ഏക്കർ, ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന 10 ഏക്കർ എന്നിവ ഉൾപ്പെടുത്തിയാണ് 246 ഏക്കർ ഒരുക്കിയത്. നടത്തിപ്പിനായി സ്മാർട്ട് സിറ്റി കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും രൂപീകരിച്ചു. ഇനി പദ്ധതി തുടങ്ങിയ ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഇപ്പോൾ IT, മറ്റു ഇതര വിഭാഗങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഉൾപ്പെടെ 37 കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 27 IT കമ്പനികളാണ്. 13 വർഷം കൊണ്ട് 2,609 കോടിയുടെ നിക്ഷേപം എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായത് 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം മാത്രമാണ്. രണ്ടാം ഘട്ടത്തിൽ 47 ലക്ഷം ചതുരശ്ര അടിയുടെ 4 കെട്ടിടങ്ങളുടെ നിർമ്മാണം തുടങ്ങി. എന്നാൽ അത് പൂർത്തിയായിട്ടില്ല. മൊത്തം 6,000-ഓളം തൊഴിലാളികൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. പ്രളയവും കോവിഡും പദ്ധതി നടത്തിപ്പിനെ ബാധിച്ചു എന്നാണ് മറ്റൊരു വിശദീകരണം. ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്നത് ഈ ഭൂമി തിരിച്ചെടുത്ത് ഇഷ്ടക്കാർക്ക് കൈമാറുവാനായി നടത്തുന്ന ഭൂമാഫിയ ഇടപെടൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ സർക്കാരിന് 16% ഓഹരിയും പിന്നീട് അത് 26% മാറുകയും ചെയ്യും. എന്നാൽ കരാറിൽ ടീകോമിൽ നിന്നും പിഴ ഈടാക്കുവാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ടീകോമിന്റെ മാതൃസ്ഥാപനമായ ദുബായ് ഹോൾഡിംഗ്സ് കൊച്ചിയിലേത് ഉൾപ്പെടെയുള്ള വിദേശ പദ്ധതികൾ ഉപേക്ഷിക്കുവാൻ 2017 തീരുമാനിച്ചതായി പറയപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുന്നത് ഒരു IT സമുച്ചയം മാത്രമാണ്. ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുടെ പ്രൗഢി കണ്ടാണ് അവരെ കൊച്ചിയിലേക്ക് ക്ഷണിച്ചത്. ടീകോം ഈ പദ്ധതി ഏറ്റെടുത്ത കാലം മുതൽ തന്നെ പല പ്രതിസന്ധികളാണ് നേരിട്ടത്. ഇതിൽ പല സിഇഒമാർ വരികയും പോകുകയും ചെയ്തു. അവസാനത്തെ സിഇഒ ആയിരുന്ന മനോജ് കുമാർ 2023 സ്ഥാനമൊഴിഞ്ഞു. ഇപ്പോൾ സിഇഒ ഇല്ലാതെയാണ് സ്മാർട്ട് സിറ്റി പ്രവർത്തിക്കുന്നത്.
പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്ന കമ്പനികൾ കൊച്ചിയിൽ എത്തിയതുമില്ല. ഇതോടെ പദ്ധതി സാമ്പത്തിക നേട്ടമുണ്ടാക്കില്ല എന്ന അവസ്ഥ വന്നതോടെ അതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായി. IT രംഗത്ത് 2000 കാലയളവിൽ ഒരു വലിയ കുതിപ്പുണ്ടായിരുന്നു. ആ കുതിപ്പുണ്ടായ സമയത്തായിരുന്നു കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി തുടങ്ങിയത്. പ്രതീക്ഷിച്ചതുപോലെ ഇത് കൃത്യസമയത്ത് പൂർത്തിയായിരുന്നെങ്കിൽ കേരളത്തിന് ഒരു വലിയ നേട്ടമായി മാറുമായിരുന്നു. എന്നാൽ പിന്നീട് ഈ കുതിപ്പ് ആഗോളതലത്തിൽ മൊത്തത്തിൽ കുറയുകയാണ് ഉണ്ടായത്. ഇതോടെ സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികൾ തുടങ്ങുന്നതിൽ നിന്ന് ദുബായ് ഹോൾഡിംഗ്സ് പിന്മാറി. അതിനു പകരം അവർ മറ്റു ബിസിനസ്സുകളിലേക്ക് ചുവടുമാറ്റി. മറ്റൊന്ന്, ഇത് കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായ സെസ് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. സെസ്സിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് സ്ഥലം പാട്ടത്തിനല്ലാതെ കൈമാറ്റം ചെയ്യുവാൻ സർക്കാരിനാകില്ല. കൂടാതെ ഇനി ഉടമസ്ഥാവകാശത്തിലോ പദ്ധതിയുടെ ഘടനയിലോ മാറ്റം വരുത്തുവാൻ സർക്കാരിന് ഇനി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ അനുമതിയും നേടിയെടുക്കണം. ഇനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സർക്കാരിന് മുന്നിൽ 3 വഴികളാണുള്ളത്. ഒന്ന്, സർക്കാരിനുള്ള 16% ഓഹരി കൂടി സ്വതന്ത്ര മൂല്യനിർണ്ണയത്തിലൂടെ അതിൻ്റെ വില നിർണ്ണയിച്ച് ടീകോമിനെ കൊണ്ട് എടുപ്പിക്കണം. 2, ഭൂമിയുടെ പാട്ടം റദ്ദാക്കി ടീകോമിൻ്റെ ഓഹരികളുടെ മൂല്യനിർണ്ണയം നടത്തി ആ ഓഹരികൾ സർക്കാരിന് ഏറ്റെടുക്കാം. ടീകോം നൽകിയ പാട്ടത്തുകയും ചെലവും നിക്ഷേപവുമൊക്കെ എത്രയാണ് എന്ന് കണക്കാക്കുകയും വേണം. 3, ടീകോമിൻ്റെ നിക്ഷേപം, ചെലവ്, മുടക്കുമുതൽ എന്നിവയെല്ലാം സർക്കാരിന് കണ്ടുകെട്ടാം. ഇങ്ങനെയാണ് 3 വഴികളുള്ളത്. ഇപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറയുന്നത് ഇങ്ങനെയാണ്: കൊച്ചി നഗരത്തിലെ മൂല്യമേറിയ ഭൂമി വെറുതെ കിടക്കുന്നു. കരാറിലെ വ്യവസ്ഥയനുസരിച്ച് തർക്കം വരാത്ത രീതിയിൽ ഈ ഭൂമി തിരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഇനി എന്തു പദ്ധതി വേണമെന്നും അതിനുള്ള നിക്ഷേപ സാധ്യതകളെ പറ്റിയും സർക്കാർ പിന്നീട് തീരുമാനിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൊച്ചി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ളത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.